ചില പാവപ്പെട്ടവരുടെ വീടുകളിലുള്ള അവസ്ഥ കണ്ടാൽ അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത മഹബത്ത് ഇഷ്ക് അസൂയാവഹമാണ്. ഉപ്പ ഏതെങ്കിലും ആക്സിഡന്റിൽ മരിച്ചുപോയ 4 യത്തീമക്കളായിരിക്കും. വിധവയായ ഈ പെണ്ണുങ്ങളും 4 യത്തീമക്കളും പിഞ്ചോമനകളായ 4 ആൾ. ഈ പെണ്ണുങ്ങളുടെ ഉമ്മയും ഉണ്ടാവും അവിടെ വയസ്സായ. അപ്പൊ 2 വലിയ സ്ത്രീകളും 4 ചെറിയ ആൺകുട്ടികളും എന്ന് പറഞ്ഞാൽ യത്തീമക്കൾ. വരുമാനമില്ല. ഏതെങ്കിലും സാന്ത്വന പ്രവർത്തനത്തിന്റെ, കാരുണ്യ പ്രവർത്തനത്തിന്റെ, ചാരിറ്റി സംഘടനകൾ അവർക്ക് ഒരു 2000, 2500 ഒക്കെ കൊടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എവിടെ? ഒരു കുടുംബത്തിന് ഒരു മാസം 2000 കൊണ്ട് എവിടെ എത്താൻ? സ്കൂളിലുള്ള ഓരോ കാര്യങ്ങൾ വീട്ടിൽ നിർവഹിക്കുമ്പോഴേക്ക് തന്നെ ഈ 2000 ഒക്കെ എന്ന് തീർന്നിട്ടുണ്ടാവും. പക്ഷെ അവരിങ്ങനെ കുറെ റോളാക്കിയും കടം വാങ്ങിയും അങ്ങനെ മുന്നോട്ട് പോകും. ഒരു ദുൽഹിജ്ജ മാസമൊക്കെ എത്തിയാൽ ഈ മുത്തുമോമിനീങ്ങളുടെ ആ വീട്ടിലെ ലീഡറായ ഈ ഉമ്മാമ സ്വന്തം മോളോടും യത്തീം കുട്ടികളോടൊക്കെ ആയിട്ട് ചോദിക്കും, മുത്തുനബിയുടെ മാസം വരാറായല്ലോ, നമുക്ക് ഒരു ബോക്സ്, ഒരു പണപ്പെട്ടി, ഒരു ഭണ്ഡാരം സ്ഥാപിച്ചാലോ? ആ ഭണ്ഡാരം വാങ്ങാൻ വരെ ആ വീട്ടുകാർക്ക് ഒരു ക്യാഷും ഉണ്ടാവില്ല. അങ്ങനെ അപ്പുറത്തെ കടയിൽ മൂത്ത മോനെ, ഈ 6ാം ക്ലാസ്സിലെ കുട്ടീനെ അയച്ചിട്ട് അപ്പുറത്തെ കടയിൽ പെറ്റായിട്ട് കടവായിട്ട് ഒരു 10 രൂപന്റെ ഭണ്ഡാരം ഈ ബോക്സ് വാങ്ങിയിട്ട്, എന്നിട്ട് ഇങ്ങനെ 10 രൂപ 5 രൂപ അതിന്റെ അപ്പുറം ഒന്നും ഇടാൻ അവർക്ക് താക്കത്തില്ല. മുളക് പൊടിച്ചതോ മെയ്തപ്പൊടി വാങ്ങിയതോ സാമ്പാർ സെറ്റ് വാങ്ങിയതിന്റെ ഒക്കെ 5 രൂപ 10 രൂപ അങ്ങനെ 1 രൂപ 2 രൂപ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ബോക്സിനെ അവർ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. തങ്ങളുടെ മൗലിദിന് വേണ്ടി, തങ്ങളുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടി സ്വീറ്റ് വാങ്ങാനുള്ള ഭണ്ഡാരമാണ് എന്നർത്ഥത്തിൽ. ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറത്തി, തങ്ങളെ മാസം അടുത്തെത്തിയട്ടോ എന്നിങ്ങനെ ഉമ്മാമ പറയും. അങ്ങനെ മുഹറം കഴിഞ്ഞ് സഫറായി 10, 5 ആയിടയ്ക്ക് എപ്പോഴോ ഒരു 50 വീണിട്ടുണ്ടായിരുന്നു. അത് വലിയ ആഘോഷമാണ് ആ വീട്ടിൽ പാവപ്പെട്ടവർ. മുഹറം കഴിഞ്ഞ സഫറത്തി, റബീഉൽ അവ്വൽ 1, 2, 3, 10. മൂത്ത മോനോട് ചോദിച്ചു, സദർ ഉസ്താദിനോട് ചോദിക്കണം, എപ്പോഴാണ് ഘോഷയാത്ര നമ്മുടെ മദർസയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ ഊടുവഴിയിലൂടെ 12-ന്റെ അന്ന് രാവിലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നാളെ നമുക്ക് ഈ ബോക്സ് പൊളിക്കാം, കീറി നോക്കാം. 4 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ സമ്പാദ്യമാണ് അവരുടെ, ആ പാവപ്പെട്ട വീട്ടുകാരുടെ. അങ്ങനെ ആ ഭണ്ഡാരം പൊളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നത് 280 രൂപ. 4 മാസത്തെ 250 രൂപ. അതിൽ നിന്നൊരു 10 രൂപ ഭണ്ഡാരത്തിന്റെ കടം വീട്ടി 270 ആയി. 2 പാക്കറ്റ് മിഠായി, എക്ലെയർ, മിൽക്കി ബാർ തീർന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഈ 4 യത്തീമക്കളുടെയും തല ഒഴിഞ്ഞിട്ട് ഈ ഉമ്മാമ പറയുന്ന ഒരു വാക്കുണ്ട്, പണക്കാരൊക്കെ ഗാലക്സി ബോണ്ടി സ്നിക്കേഴ്സും വലിയ ഫ്രൂട്ടിയും ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒന്നും വാങ്ങാൻ പണമില്ല മുത്തുനബിയെ, ഞാനും കൂടി മരിച്ചാല് ഈ പിള്ളേർക്ക് ആരുമില്ല, തങ്ങളൊന്ന് തുണയാവണേ, മുത്തുനബി ഒന്ന് സ്വീകരിച്ചിട്ടണേ, നമുക്ക് ആകെ ഇതേ ഉള്ളൂ, വേറൊന്നും തരാൻ. എന്തൊരു മഹബത്തല്ലേ ആ കൽബിൽ. ആ മഹബത്ത് ഇൻസ്റ്റഗ്രാമിൽ കാണൂല, ആ മഹബത്ത് കൽബിൽ നിന്ന് നേരെ റൗദയിലാണ്. വേറെ എവിടെയും ടച്ചില്ല, വില വാസില്ല, നേരെ അവിടത്തേക്ക് കിട്ടും.